ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ സെഷൻ ചെയ്യുന്നത്. വെൽക്കം ടു ദ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി. എന്താണ് ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി? ഇന്ന് ജോലിയോ ബിസിനസ്സോ ചെയ്യുന്ന അല്ലെങ്കിൽ ഹൗസ് വൈഫോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ ആയിട്ടിരിക്കുന്ന ധാരാളം വ്യക്തികൾ ഒരു അഡീഷണൽ ഇൻകത്തെ പറ്റി ചിന്തിക്കുന്നു. വീട്ടിലിരുന്നു കൊണ്ടോ ഡിജിറ്റലായിട്ടോ ഫിസിക്കലായിട്ടോ ഒക്കെ എഫേർട്ട് ഇട്ടുകൊണ്ട്. ഇപ്പോൾ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്ന ആൾക്കാർ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഫാമിലീസ് പോലും വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ, ഡിജിറ്റൽ യുഗമാണല്ലോ, ഏൺ ചെയ്യാൻ ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ജോലി എന്താണോ, നിങ്ങളുടെ ബിസിനസ് എന്താണോ, അതിനൊന്നും തടസ്സമില്ലാതെ പാർട്ട് ടൈം ആയിട്ട് പാരലായിട്ട് വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈഫിൽ വലിയ തരത്തിലേക്ക് ഉയരാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരും വെൽക്കം ചെയ്യുന്നു. വെൽക്കം ടു ദ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷന്റെ പേരാണ് വിന്നിംഗ് ടീം. ഒരു ട്രെയിനിങ് ഓർഗനൈസേഷൻ. നമുക്ക് ഈ പ്രോജക്റ്റിൽ വേണ്ട കംപ്ലീറ്റ് ഗൈഡൻസും തരുന്ന ഈ ഓർഗനൈസേഷനാണ്. കംപ്ലീറ്റ് ടീച്ചിങ്സുകളും ട്രെയിനിങ്സുകളും. കാരണം ഈ പ്രോജക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല, ഏജ് പ്രശ്നമല്ല, കാസ്റ്റ് പ്രശ്നമല്ല, ലേഡീസ് എന്നോ ജെൻസ് എന്നോ ഒന്നും പ്രശ്നമല്ല. ജീവിതത്തിൽ ഒരു ഉറച്ച വളർച്ച അല്ലെങ്കിൽ ഒരു ഉയർന്നു വരണോ അല്ലെങ്കിൽ വലിയൊരു സ്വപ്നതുല്യമായ ലൈഫ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും വിന്നിംഗ് ടീമിന്റെ സഹായത്തോടു കൂടി ഏത് ലെവലിലേക്ക് വേണമെങ്കിലും എത്താനായിട്ട് സാധിക്കും. ഈ പ്രോഗ്രാമിന്റെ പേരാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരു കൺസ്യൂമറെ ഉയർത്തിയെടുക്കാൻ പറ്റും. ഒരു ഉപഭോക്താവായാൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അത്തരത്തിൽ നമ്മുടെ ലൈഫിലേക്ക് വലിയൊരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹൗ ടു ഡിഫൈൻ സക്സസ്? സക്സസിന് പല രീതിയിലാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഫാമിലിയൊക്കെ എൻജോയ് ചെയ്യണം, നിറച്ച് പൈസ വേണം, ലക്ഷറി കാറുകൾ വാങ്ങണം, അല്ലെങ്കിൽ ലക്ഷറി ആയിട്ട് വീട്ടിൽ താമസിക്കുന്ന ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യണം. താഴെ എഴുതി വെച്ചിരിക്കുന്ന വാട്ട് ഈസ് യുവർ ഡ്രീം? എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? നമ്മൾ മനുഷ്യന് മാത്രം ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവാണ് സ്വപ്നം കാണാനുള്ള കഴിവ്. പക്ഷെ സ്വപ്ന തുല്യമായ ലൈഫാണോ നമ്മൾ എൻജോയ് ചെയ്യുന്നത്? പലപ്പോഴും ഇന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒരു ഏണറായി മാറിയതിനു ശേഷം ഇതുവരെ എടുത്തു നോക്കിയാൽ ഒരു പക്ഷെ നമുക്ക് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ. ഒന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായാൽ ഈ പ്രോജക്റ്റ് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം സ്വപ്നതുല്യമായി ലൈഫ് ഉണ്ടാക്കണമെങ്കിൽ എന്താവശ്യമാണ്? പണം ആവശ്യമാണ്. ഇൻകം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഈ സ്ലൈഡിന്റെ പ്രാധാന്യം. ലോകത്ത് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ 4 തരത്തിലാണ്. എംപ്ലോയി ആയിട്ടുള്ള ആൾക്കാരും, സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആൾക്കാരും, ബിസിനസ് ഓണർ ആയിട്ടുള്ള ആൾക്കാരും, ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും. 4 തരത്തിലുള്ള ആൾക്കാരാണ്. 2 ടൈപ്പ് ഇൻകം ആണുള്ളത്. ആക്റ്റീവ് ഇൻകം ആൻഡ് പാസീവ് ഇൻകം. ആരാണ് ആക്റ്റീവ് ഇൻകം എടുക്കുന്നത്? എംപ്ലോയി, സെൽഫ് എംപ്ലോയി, സ്മോൾ ബിസിനസ്സുകാര്. നമ്മൾ സമയം ചെലവഴിക്കുന്ന പൈസ ഉണ്ടാക്കുന്നു. സമയം ചെലവഴിക്കാൻ പറ്റിയില്ല, പൈസയില്ല, പണമില്ല, ഏണിങ്സ് ഇല്ല. ആരാണ് പാസീവ് ഇൻകം എടുക്കുന്ന ആൾക്കാര്? വലിയ ബിസിനസ് ഓണേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇവരാരാണ്? ഇവരൊരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്ത് പണം ഉണ്ടാക്കുന്നത്. അപ്പൊ ഓണർ വേണ്ട, ഉടമ വേണ്ട, സിസ്റ്റമാണ് അവർക്ക് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാർ പാസീവ് ഇൻകം മേടിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് ആജീവനാന്ത വരുമാനം മേടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വരുമാനം എത്ര ശതമാനം ആൾക്കാർക്ക് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. സോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ആക്റ്റീവ് ഇൻകം മേടിക്കുന്ന നമ്മളിൽ പലരും പാസീവ് ഇൻകം മേടിക്കുന്ന തരത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ചാൻസ്. ഏത് സ്വപ്നം വേണമെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നുവോ? ഫൈനാൻഷ്യൽ ഫ്രീഡം, ഒരു 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 ടാഗ് നോക്കാതെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ടൈം ഫ്രീഡം വേണം, ഫാമിലിയെ എൻജോയ് ചെയ്യാൻ, നല്ല ആരോഗ്യം, ജീവിക്കുന്നവരെ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ലീവ് എ ലെഗസി. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചാൽ വരും തലമുറകൾക്കും കിട്ടുന്ന ഇൻകം ആയിട്ട് മാറുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ലേ? ഏർലി റിട്ടയർമെന്റ്, ചെറുപ്രായത്തിൽ തന്നെ റിട്ടയർമെന്റ് ലൈഫ്. ഒരു 30 വയസ്സായ ഒരു വ്യക്തി 45 വയസ്സാകുമ്പോൾ റിട്ടയർമെന്റ് ലൈഫിലേക്ക് മാറിയാൽ 15 വർഷം എഫേർട്ട് ഇട്ടു റിട്ടയർമെന്റ് ലൈഫ്. 45-ാമത്തെ വയസ്സ് മുതൽ റിട്ടയർമെന്റ് ലൈഫിലേക്ക് നീങ്ങാൻ പറ്റും. 30 വയസ്സിൽ റിട്ടയർമെന്റ് എടുത്തിരിക്കുന്ന ആൾക്കാരെ കേരളത്തിൽ കാണാൻ സാധിക്കും, ഇന്ത്യയിൽ കാണാൻ സാധിക്കും. റിട്ടയർമെന്റ് ലൈഫ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പണം കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ട്രാവൽ അറൌണ്ട് ദ വേൾഡ്, ലോകം മുഴുക്ക ചുറ്റി കാണാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നു. ലോകം മുഴുക്ക ചുറ്റി കാണാൻ പറ്റുക ഫ്രീ ഓഫ് കോസ്റ്റ്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ള ആൾക്കാരെ സഹായിക്കാൻ പറ്റുക, അത് നമ്മുടെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ്. കാരണം നമുക്ക് അതിന് പറ്റുന്ന ഒരു ഹെൽത്തി കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള പലതരത്തിലുള്ള മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇനി വരാൻ പോകുന്ന കാലത്ത് ലോകത്ത് ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന. ഇ കൊമേഴ്സ്, ഇന്റർനെറ്റ്, ഓൺലൈൻ ബിസിനസ്സുകൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി.
കാരണം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിക്ക് ലോകം മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇ കോമേഴ്സ് അത്ര വലിയൊരു വ്യവസായമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. 2 വെൽനസ് റെവല്യൂഷൻ, സൗഖ്യ വിപ്ലവം. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതൊക്കെ നല്ലത് വരാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, പക്ഷെ പ്രാക്ടിക്കലാക്കാൻ പലപ്പോഴും പറ്റാറില്ല. 3 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ നേർ വിപണനം, ഇടനിലക്കാരും പരസ്യങ്ങളും ഇല്ലാതെ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്. അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് മൾട്ടി മില്യനേഴ്സും ട്രില്യനേഴ്സും ഒക്കെ വരാൻ പോകുന്ന 3 വ്യവസായങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദൈവഭാഗ്യവശാൽ ഈ 3 ഇൻഡസ്ട്രികളും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനി 2004 ഡൽഹിയിൽ തുടങ്ങി 10 പ്രോഡക്റ്റ് 2 ഓഫീസൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. ഈ ഇരിക്കുന്ന വ്യക്തിയാണ് കമ്പനിയുടെ ഓണർ ഗൗതം ബാലി, 2 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. 20 വർഷം കഴിഞ്ഞു. 400-ലധികം പ്രോഡക്റ്റുകളും 4000-ലധികം ഓഫീസുകളും 3.5 കോടിയല്ല 4.5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയി കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനിയാണ്, ലോകത്തിലെ 38ാമത്തെ പൊസിഷനിലെ കമ്പനി. കഴിഞ്ഞ വർഷം വരെ ഈ കമ്പനി 3000 കോടിക്ക് അടുത്ത ടേൺ ഓവറിലേക്ക് എത്തി. ഇന്ത്യയുടെ 9 രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ഈ കമ്പനിയുടെ ഏറ്റവും വലിയൊരു വിഷൻ 2030 കഴിയുമ്പോഴത്തേക്കും $1 ബില്യൺ എന്ന് പറഞ്ഞ് 9,000 കോടിയിലേക്കാണ് ഗ്രോ ചെയ്യാൻ പോകുന്നത്. അത്ര വലിയൊരു വിഷൻ ഉള്ള ഒരു കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അവരുടെ അവാർഡുകളും റിവാർഡുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യസ് ബെസ്റ്റ് കമ്പനി ഓഫ് ദ ഇയർ അവാർഡ് 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ ഇയർ അവാർഡ് 2017, 2018, ഗ്ലോബൽ 100 അവാർഡ്സ്, അങ്ങനെ ധാരാളം അവാർഡുകളും റിവാർഡുകളൊക്കെ നേടിയിട്ടുള്ള കമ്പനികളാണ്. അവാർഡുകളും റിവാർഡുകളും റെക്കഗ്നിഷൻ, ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, മൾട്ടിപ്പിൾ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. പ്രൈസ് അഫോർഡബിൾ ആണ്. നമുക്ക് വില സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രൈസിലുള്ള പ്രോഡക്ട്സ് ആണ്. ഇന്ത്യയിലും വിദേശത്തും ഒരേ ക്വാളിറ്റി പ്രോഡക്ട്സിലാണ്. മാത്രവുമല്ല മണി ബാക്ക് ഗ്യാരണ്ടി ഉള്ള പ്രോഡക്ട്സ്. ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് സംതൃപ്തി അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്താൽ പേയ്മെന്റ് നമുക്ക് തിരികെ കിട്ടുന്നു. അതാണ് മണി ബാക്ക് ഗ്യാരണ്ടി. ഇതൊന്നും നമുക്ക് പല കമ്പനികളിലും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് വെസ്റ്റീജ് നമുക്ക് തരുന്നത്. മേജർ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്. വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്രോഡക്ട്സ് റേഞ്ചുകൾ. ടോട്ടൽ 19 കാറ്റഗറിയാണ് പ്രോഡക്ട്സിലുള്ളത്. 19 കാറ്റഗറി പ്രോഡക്ട്സുകൾ ആണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് വെസ്റ്റീജിന്റെ പ്രൈം ജനറൽ ഹെൽത്ത് ഫുഡ് സപ്ലിമെന്റ്സുകൾ. കോവിഡ് ഒക്കെ വന്ന സമയത്ത് ധാരാളം ആൾക്കാർ ഡെത്തായി. എന്താണ്? പ്രതിരോധ ശേഷി മനുഷ്യർക്കില്ല. പണ്ടുള്ള ആൾക്കാർ ലിവിങ് ലോങ്, വളരെ ദീർഘകാലം ആരോഗ്യത്തോടെ ജീവിക്കുമായിരുന്നു. ഒരു ചെറിയ പീരീഡ് അസുഖം ഒന്നും മരിക്കുന്നു. പക്ഷെ ഇന്ന് ആ സാഹചര്യമല്ല. ലിവിങ് ഷോർട്ട് ആൻഡ് ഡൈയിങ് ലോങ്. വളരെ കുറച്ചു കാലം മാത്രമാണ് ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. കൂടുതൽ കാലം മെഡിസിനുകളുടെയും ഡോക്ടർമാരുടെയും ആശുപത്രികളുടെയും സഹായത്തോടെ ജീവിക്കുന്നു. സോ ഇവിടെ അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ മീറ്റ് ചെയ്യണം. അസുഖം വരാതിരിക്കാൻ ഒരിക്കലും ഡോക്ടറുടെ സഹായം വേണ്ട. നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസികളെ കറക്റ്റ് ചെയ്തെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ആരോഗ്യത്തോടെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന കാലം ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നു. അതിന് പറ്റുന്ന ഫുഡ് സപ്ലിമെന്റ്സുകളെല്ലാം സീബക്തോൺ, മൃതസഞ്ജീവന എക്സ്ട്രാക്ട്, സർവ്വരോഗ സംഹാരി, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്ട്സ്. ക്രിർലോയിൽ അന്റാർട്ടിക്കയിലെ തണുത്ത വെള്ളത്തിൽ നിന്ന് പിടിക്കുന്ന ചെമ്മീൻ പോലെ ഇരിക്കുന്ന മത്സ്യത്തിന്റെ എസൻസ് ഒമേഗ 3 ആണ്. ഹാർട്ടിന്റെ ഹെൽത്തിന് നല്ലതാണ്. രക്തക്കുഴലിലെ കൊഴുപ്പുകളൊക്കെ അലിയിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഫുഡ് സപ്ലിമെന്റ്സുകളാണ്. ഇത് 84 മിനറൽസ് നമ്മുടെ ബോഡിയിലേക്ക് തരുന്ന കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്, ബെസ്റ്റ് പ്രോഡക്ട്സ്. ഹെൽത്ത് ഡ്രോപ്സ്, ഇത് പഞ്ചതുളസി, കഫക്കെട്ട ജലദോഷം പോലത്തെ പ്രോബ്ലങ്ങൾ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഈ കാണിച്ചിരിക്കുന്ന എല്ലാം സബ്ലിംഗൽ സ്പ്രേ, നാവിന്റെ അടിയിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ്. നമ്മുടെ ഡെഫിഷ്യൻസി പോരായ്മകളെല്ലാം, മൾട്ടി വൈറ്റമിന്റെ പോരായ്മകൾ, വൈറ്റമിൻ ഡിയുടെ പോരായ്മകൾ, വൈറ്റമിൻ B12 കുറവുകൾ, വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, സബ്ലിംഗൽ സ്പ്രേ, അത് മെലറ്റോണിൻ സ്പ്രേ, അതുപോലെ തന്നെ ബയോട്ടിൻ സബ്ലിംഗൽ സ്പ്രേ, ഇതെല്ലാം വളരെ ഗുണകരമായിട്ട് നമുക്ക് ഈ പോരായ്മകളെല്ലാം നമുക്ക് നികത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ്, പ്രതിരോധ ശേഷി, സ്പൈറലിന, കടൽ പായലിന്റെ സത്ത്, നോനി ഫ്രൂട്ടിന്റെ സത്ത്, കൊളസ്ട്രം, പശു പ്രസവിച്ച് 6 മണിക്കൂറിനുള്ളിൽ എടുക്കുന്ന പാലിന്റെ സത്ത്, അലവര, കറ്റാർവാഴയുടെ എസൻസ്, നെല്ലിക്കയുടെ എസൻസ്, ഇതെല്ലാം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സപ്ലിമെന്റ്സുകളുണ്ട്. അതുപോലെ ഹാർട്ടിന്റെ ഹെൽത്ത്, ഹൃദയത്തിന്റെ ആരോഗ്യം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കറക്റ്റ് അറിയാൻ പറ്റും. L-arginine കഴിക്കുക, ആരോഗ്യത്തെ സംരക്ഷിക്കും. ഫ്ലാക്സ് ഓയിൽ പോലത്തെ പ്രോഡക്റ്റ്, കോയിൻസൈൻ പോലത്തെ, ഇതെല്ലാം ഹൃദയത്തിന്റെ ശരിയായ ആരോഗ്യത്തിന് പറ്റുന്ന സപ്ലിമെന്റ്സുകൾ. പ്രോട്ടീൻ പൗഡർ, ലോകത്തിലെ ഏറ്റവും റിച്ച് പ്രോട്ടീൻ, സോയ പ്രോട്ടീൻ, വേ പ്രോട്ടീൻ, മിൽക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നമ്മുടെ ക്ഷീണം തളർച്ചകളെ കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്ന പ്രോട്ടീൻ പൗഡർ. ഇന്ന് ഇന്ത്യയിലും ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഡക്ട്സ്. അതുപോലെ അമിത വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കറക്റ്റ് ചെയ്യാൻ പറ്റും. വെസ്ലിൻ പ്രോഡക്ട്സുകളാണ് നമ്മുടെ ഓവർ വെയിറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ്. അതുപോലെ ഷുഗർ പേഷ്യൻസ് ഉണ്ട്, ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ, ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാം
അതിനോടൊപ്പം ഈ സപ്ലിമെന്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻസുലിനിൽ നിന്നും ഗുളിക കഴിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന പ്രോഡക്ട്സുകൾ. അതുപോലെ ജോയിന്റ് പെയിൻസ് മാറ്റിയെടുക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ്, മുട്ടുവേദന, തേയ്മാനം പോലത്തെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന, വർഷങ്ങളായിട്ടുള്ള പെയിനുള്ള ആൾക്കാരുണ്ട്, ജോയിന്റ് പെയിൻ, തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾക്ക് എന്തിനും പരിഹാരമായിട്ടുള്ള കോമ്പിനേഷൻ സപ്ലിമെന്റ്സ് ഈ കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ, ബ്ലഡിലെ വിഷാംശങ്ങൾ എല്ലാം കളയാനായിട്ട് സാധിക്കുന്നു. കുർക്കുമിൻ പ്ലസ് ക്യാൻസറിന് പോലും ഒരു സപ്പോർട്ടീവായിട്ട് അതിനെ തടയാനായിട്ട് സഹായിക്കുന്ന പ്രോഡക്റ്റ്. ഐ സപ്പോർട്ട്, കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്. ഫുഡ് പാച്ച്, ഉള്ളംകാലിൽ ഒട്ടിച്ചിട്ട് കിടന്നാൽ ശരീരത്തിലും ബ്ലഡിലും വിഷാംശങ്ങൾ കളയാൻ പറ്റുന്നു. മാത്രമല്ല ഈ ഫുഡ് പാച്ച് ധാരാളം ആൾക്കാർക്ക് വേരിക്കോസ് വെയിനുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണത്. അതുപോലെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് പറ്റുന്ന പ്രോഡക്ട്സുകൾ, സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ധാരാളം പ്രശ്നങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻ, അത്തരത്തിലുള്ള പല ഹെൽത്ത് ചലഞ്ചസുകൾ, PCOD പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ ഒരുപാട് ഹെൽത്ത് ചലഞ്ചസുകൾക്ക് ആൻസറബിൾ ആയിട്ടുള്ള സപ്ലിമെന്റ്സുകൾ എല്ലാം ഈ കമ്പനിയിലുണ്ട്. അതുപോലെ തന്നെ ആയിസാൻ എന്ന് പറഞ്ഞ ആയുർവേദിക് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സുകൾ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രോഡക്ട്സുകൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിലെ ലിവർ ഹെൽത്ത്, കിഡ്നി ഹെൽത്ത് പോലത്തെ പ്രോഡക്ട്സ് ഉണ്ട്, ടോക്സ് ക്ലീൻ പോലത്തെ പ്രോഡക്ട്സ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് കെയർ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സപ്ലിമെന്റ്സുകളുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ തറ തുടയ്ക്കാം, ചായപ്പൊടി, കാപ്പിപ്പൊടി, അതുപോലെ റൈസ് ബ്രാൻ ഓയിൽ, ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ പ്രോഡക്ട്സുകൾ. ഷാർപ്പ് കമ്പനിയുമായിട്ട് ടൈപ്പ് ഉണ്ട്, അതിന്റെ വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. പേസ്റ്റ്, ബ്രഷ്, മൗത്ത് വാഷ് പോലത്തെ പ്രോഡക്ട്സുകളുണ്ട്. ഇതെല്ലാം ബെസ്റ്റ് പ്രോഡക്ട്സുകളാണ്. പേഴ്സണൽ കെയറിൽ ധാരാളം പ്രോഡക്ട്സുകളുണ്ട്. പെർഫ്യൂംസ്, ബോഡി സ്പ്രേ, പോക്കറ്റ് സ്പ്രേ, പൗഡറുകൾ, സോപ്പുകൾ, ഷാമ്പു, ഫേസ് വാഷുകൾ, പെയിൻ റിലീഫ് ക്രീമുകൾ, BB ക്രീമുകൾ, അലോ കുക്കുംബർ ജെൽ പോലത്തെ പ്രോഡക്ട്സുകൾ, നിറയെ പേഴ്സണൽ കെയർ പ്രോഡക്ട്സുകൾ. അതുപോലെ മറ്റു പ്രോഡക്ട്സ് അല്ല, അഷ്വർ നാച്ചുറൽ സ്കിൻ കെയർ പ്രോഡക്റ്റ്, ഡേ ടൈമിലും നൈറ്റ് ടൈമിലും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് റേഞ്ചുകളെല്ലാം ഉണ്ട്. വുമൺ ഹൈജീൻ പ്രോഡക്ട്സ്, സ്ത്രീകൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി നാപ്കിൻ, അതുപോലെ തന്നെ ഇന്റിമേറ്റ് വാഷ്, വളരെ ഫിനോമിനൽ റിസൾട്ടുകൾ ലേഡീസ് എടുത്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സ് റേഞ്ചുകളാണ്. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഹോം കെയറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, തറ തുടയ്ക്കാനും, തുണി കഴുകാനും, പാത്രം കഴുകാനും, ടോയ്ലറ്റ് കഴുകാനും, ഗ്ലാസ് പ്രതലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള പ്രോഡക്ട്സ് റേഞ്ചുകൾ. അഗ്രികൾച്ചർ പർപ്പസിന് പോലുന്ന പ്രോഡക്റ്റ്, ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. 20% മുതൽ 40% വരെ നമുക്ക് കൃഷിയുടെ വിളവ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നു. നമ്മുടെ അടുക്കളത്തോട്ടങ്ങൾക്ക്, നമ്മുടെ ചെടിച്ചട്ടികൾക്ക്, നമ്മുടെ ടെറസിലെ കൃഷികൾക്ക്, നമുക്ക് ഏക്കറേജ് കണക്കിന് കൃഷികളുണ്ടെങ്കിൽ അതിന്റെ ഹയസ്റ്റ് റിസൾട്ട് കർഷകർ ഏറ്റവും കൂടുതൽ ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്ട്സും കൂടിയാണത്. അതുപോലെ തന്നെ ട്രൂമാൻ എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഇത് ജെൻസിന്റെ ഗ്രൂമിംഗ് പ്രോഡക്ട്സുകളാണ്. ട്രൂമാൻ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അത് സോപ്പുകൾ, പെർഫ്യൂംസുകൾ, ഹെയർ ജെല്ല് പോലെ പ്രോഡക്റ്റുകൾ. മിസ്ട്രൽ ഓഫ് മിലാൻ കളർ കോസ്മെറ്റിക്സ്, ഇത് ലിപ്സ്റ്റിക്, ഐലൈനർ, നൈൽ പോളിഷ്, ലിപ് ലൈനർ, ഐഷാഡോ പോലത്തെ പ്രോഡക്റ്റുകൾ. വെല്ലിനോ മറ്റൊരു ബ്രാൻഡ്. ഇതൊക്കെ സാധാരണ പ്രൈസ് ആണ്, ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ്. സ്കിൻ ഫോർമുല 9 പ്രീമിയം ബ്രാൻഡ് കോസ്മെറ്റിക്സിന്റെ കണ്ണിന്റെ താഴെ കറുത്ത പാടുകൾ, അണ്ടർ ഐ സിറം, കണ്ണിന്റെ താഴെ കറുത്ത പാടുകൾ, സ്കിന്നിന്റെ റിങ്കിൾസുകൾ, ആന്റി ഏജിങ് പ്രോഡക്റ്റ്. പ്രായം കൂടിക്കൊണ്ടിരിക്കുക, പക്ഷെ സ്കിന്നിലെ പ്രായത്തെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള പ്രോഡക്ട്സ് റേഞ്ചുകളുണ്ട്. 2 വീലറിന്, 3 വീലറിന്, 4 വീലറിനൊക്കെ എഞ്ചിൻ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ എഞ്ചിൻ സ്മൂത്ത് ആക്കുന്ന, മൈലേജ് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സുകൾ. ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് റേഞ്ചുകൾ നിറയുണ്ട്. ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ, ഈ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിലും, നമ്മുടെ സൗന്ദര്യത്തിലും, നമ്മുടെ കൃഷിയിലും, ശുദ്ധമായ വെള്ളം ഉപയോഗിക്കാനും, എല്ലാ മേഖലകളിലുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചാൽ മാർക്കറ്റിംഗ് പ്ലാൻ വഴിക്ക് നമുക്ക് എന്താണ് പ്രതിഫലം. സാധാരണ നമുക്കറിയാം, ഞാൻ വളരെ ചെറിയ സമയം കൊണ്ട് അത് ഫിനിഷ് ചെയ്യാം. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഒരു കൺസ്യൂമർ 100 രൂപ എടുത്തൊരു പ്രോഡക്റ്റ് മേടിച്ചാൽ 40 രൂപയാണ് കമ്പനിക്ക് കിട്ടുള്ളൂ. 60% പൈസ എവിടെയാണ് പോകുന്നത്? ഇടനിലക്കാർക്ക് പരസ്യത്തിന് നമ്മൾ കൊടുക്കുന്നതിന്റെ 60%. പക്ഷേ വെസ്റ്റീജ് മാർക്കറ്റിംഗിന്റെ പ്ലാനിൽ കൺസ്യൂമർ 100 രൂപ എടുത്താൽ 40 രൂപ വെസ്റ്റീജ് കമ്പനിക്ക് മതി. ഇവിടെ ഇടനിലക്കാരും പരസ്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഈ 60% പൈസ ഉപഭോക്താവിന് തിരിച്ചു തരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്ലാനിന്റെ ബ്യൂട്ടി. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ വെസ്റ്റീജിലുണ്ടെങ്കിൽ അത് വെസ്റ്റീജിൽ നിന്ന് വാങ്ങിയെടുക്കുക. നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന കട മാറ്റുക. വെസ്റ്റീജിൽ നിന്ന് വാങ്ങാൻ തയ്യാറാണെങ്കിൽ 9 ടൈപ്പ് വരുമാനം നമ്മുടെ കൈകളിലേക്ക് കിട്ടും. സേവിങ്സ് ഓൺ കൺസംഷൻ, പെർഫോമൻസ് ബോണസ്, ഡയറക്ടർ ബോണസ്, ടീം ബിൽഡിംഗ് ബോണസ്, ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ്, ട്രാവൽ ഫണ്ട്, കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, എലൈറ്റ് ക്ലബ് ഫണ്ട്. ഇങ്ങനെ 9 ടൈപ്പ് വരുമാനം. അതിന് ഫസ്റ്റ് വരുമാനം ഇതാണ്, കൺസ്യൂമർ ബെനിഫിറ്റ്. ഇത് ഇടനിലക്കാരും പരസ്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കടകളിൽ അവൈലബിൾ അല്ല ഈ പ്രോഡക്ട്സ്. അതുകൊണ്ട് തന്നെ ഒരു അഡ്രസ് പ്രൂഫും കൊടുത്ത്, ഒരു ഫോൺ നമ്പർ കൊടുത്ത് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ MRPയിൽ നിന്ന് 10 മുതൽ 30% വരെ ഡിസ്കൗണ്ടിൽ ഈ പ്രോഡക്റ്റ് ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യാം. റീപർച്ചേസ് ചെയ്യുമ്പോൾ അതുകൂടാതെ രണ്ടാമതൊരു വരുമാനം 10% പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഓരോ പർച്ചേസിനും 5 മുതൽ 16% വരെ ക്യാഷ് ബാക്ക് തരുന്നുണ്ടാവും. 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഉപയോഗിച്ചിട്ട് സംതൃപ്തി അല്ലെങ്കിൽ തിരിച്ചു കൊടുത്താൽ പൈസ തരും. കൺസിസ്റ്റൻസി ഓഫർ,
ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കമ്പനിക്ക് നിർബന്ധമില്ല, പക്ഷെ ഒരു ഉപഭോക്താവ് ഒരു 3000 രൂപയുടെ ഉൽപ്പന്നം ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാൽ ആദ്യം കാണിച്ചിരിക്കുന്ന 3 ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ 4 മാസം അടുപ്പിച്ച് വാങ്ങിച്ചാൽ 4 മാസം ആദ്യത്തെ 3 ബെനിഫിറ്റ് കിട്ടും. 4 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 3000 രൂപയുടെ പ്രോഡക്റ്റ് വീണ്ടും ഫ്രീ ആയിട്ട് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഈ കൺസ്യൂമർ ബെനിഫിറ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 100 രൂപയുടെ ഉൽപ്പന്നം 50 രൂപ 50% ഡിസ്കൗണ്ട് ഇല്ല, അതായത് 50 രൂപയ്ക്ക് നമ്മുടെ കൈകളിലേക്ക് കിട്ടും. കൺസ്യൂമർ ബെനിഫിറ്റ് ഇത് ഇഷ്ടപ്പെട്ട് ഒരാളോട് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്കിവിടെ ടേൺ ഓവർ കൂട്ടാൻ, ടേൺ ഓവർ വർദ്ധിപ്പിക്കാൻ തയ്യാറായ വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതാണ് പെർഫോമൻസ് ബോണസ്. 5 മുതൽ 16% വരെ. 8-9 രാജ്യങ്ങളിലെ കമ്പനിയുണ്ട്. 9 രാജ്യങ്ങളുള്ളത് കൊണ്ട് 9 സൈസ് കറൻസികളാണല്ലോ. ഇന്ത്യയിലെ റുപ്പീസാണ്, മറ്റു രാജ്യങ്ങളിൽ ദിനാർ, ദിർഹം, ഡോളർ ഒക്കെയാണ്. സോ അതുകൊണ്ട് എല്ലാം കാൽക്കുലേഷന് വേണ്ടി ഇത് ഒരു PV കാൽക്കുലേഷൻ. ഒരു PV എന്ന് പറഞ്ഞാൽ 30 രൂപയാണ് ഇന്ത്യയിൽ. 5% ക്യാഷ് ബാക്ക്. ഈ സ്ലാബ് ഒരു PV 600 PV, 2400 PV, 5500 PV, ഇങ്ങനെ 4 സ്ലാബ്. ഒരു PV 30 രൂപ, 600 PV 18000 രൂപ, 2400 PV 72000 രൂപ, 5500 PV 1,65,000 രൂപ ബിസിനസ്. 16% വരെ ഇൻസെന്റീവ് നമുക്ക് കിട്ടും. എങ്ങനെ 1,65,000 രൂപയുടെ ടേൺ ഓവർ ഒരു ഉപഭോക്താവിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? ഇപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. എങ്ങനെയാ ടേൺ ഓവർ എത്താം? ഈ കേൾക്കുന്ന നിങ്ങളാണ് നിങ്ങളെ ആരാണ് പരിചയപ്പെടുത്തിയ അവരാണ് സ്പോൺസർ. വെസ്റ്റീജ് കമ്പനിയിൽ നിന്നാണ് പ്രോഡക്റ്റുകൾ കിട്ടുന്നത്. വിന്നിംഗ് ടീം എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ 3 സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടെ നമ്മൾ ഈ കമ്പനിയുടെ അംഗമായി. സോ ഇനി നിങ്ങൾ അംഗമായി, ഞാനൊരു എക്സാമ്പിൾ ആണ് കാണിക്കാൻ പോകുന്നത്. ഈ എക്സാമ്പിളിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്തു. സപ്പോസ് ഒരു 5000 രൂപയുടെ പ്രോഡക്റ്റ് മേടിക്കും. ഇത്ര രൂപയുടെ പ്രോഡക്റ്റ് മേടിക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ഇത്ര രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചാലേ ഈ കമ്പനിയുടെ അംഗമാവൂ, ഈ കമ്പനിയിൽ അംഗത്വം എടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു നിയമം ഈ കമ്പനിയിൽ ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, 500 രൂപയ്ക്ക്, 1000 രൂപയ്ക്ക്, 2000 രൂപയ്ക്ക്, 5000, നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രോഡക്റ്റ് മേടിക്കും. ഞാനൊരു എക്സാമ്പിൾ കാണിക്കുന്ന ഒരു 5000 ആണ്. 5000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് നല്ലതാണ്, ഗുണപ്പെട്ടു, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വാങ്ങിക്കുക, ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലായി, ഇത് ബ്രാൻഡഡ് ആണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഇത് ഷെയർ ചെയ്ത് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് പറയാൻ അറിയില്ല, നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി ലിസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി തരാൻ തയ്യാറാണെങ്കിൽ, ഞങ്ങൾക്ക് വിന്നിംഗ് ടീമിന് തയ്യാറാണെങ്കിൽ, ഞങ്ങൾ അവരോട് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അവരോട് ഷെയർ ചെയ്യാൻ തയ്യാറായാൽ അതിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ, ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ, ഒരു 6 ഫാമിലി. ഈ 6 ഫാമിലി ജോയിൻ ചെയ്യാൻ കാരണം ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങളും ഇതിന്റെ ഡിസ്കൗണ്ട് മനസ്സിലാക്കി അവരംഗമായി. ഇവരംഗമായി പ്രോഡക്ട്സുകൾ വാങ്ങിച്ചു. നമ്മൾ വാങ്ങിച്ചു, ഉപയോഗിച്ച് തീർന്നു, വീണ്ടും വാങ്ങിക്കും. ഇവർ 6 പേരും വാങ്ങിക്കുന്നു, തീരുന്നു, വീണ്ടും വാങ്ങിക്കുന്നു. നമുക്ക് വീണ്ടും വാങ്ങിച്ച ആർക്കെങ്കിലും കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ച് വിൽക്കാം, ലാഭം കിട്ടും. 30% വരെ ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വാങ്ങിച്ച ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ വന്നിരിക്കുന്ന 6 പേർക്കും പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതെല്ലാം ആ യൂണിവേഴ്സിറ്റി വിന്നിംഗ് ടീമിന്റെ സഹായത്തോടെ നടക്കും. സോ ഓട്ടോമാറ്റിക്കലി നമ്മളിലൂടെ ടേൺ ഓവർ കൂടി 5500 PV എന്ന് പറഞ്ഞ് നമ്മളൊരു ഉപഭോക്താക്കളുടെ ഒരു ടീം ബിൽഡ് ചെയ്യുന്നു. ഉപഭോക്താക്കളുടെ ഒരു ടീം ബിൽഡ് ചെയ്ത് 5500 PV അല്ലെങ്കിൽ 1,65,000 ടേൺ ഓവർ എപ്പോൾ ക്രോസ് ചെയ്യുന്നുവോ ഈ സമയത്ത് ബ്രോൺസ് ഡയറക്ടർ എന്ന് പറഞ്ഞ ആദ്യത്തെ നാഷണൽ അവാർഡ് നമുക്ക് കിട്ടും. ആവറേജ് ഒരു 10,000 രൂപ ഇൻകം ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ ഒരു റാങ്ക്, കമ്പനി റാങ്ക്. അതിന് മുന്നേ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ മാസം മുതൽ നമുക്ക് ഇൻകം ഉണ്ടാക്കാം. ഇതാണ് ഫസ്റ്റ് റെക്കഗ്നേഷൻ തരുന്ന റാങ്ക്. ബ്രോൺസ് എത്തിക്കഴിഞ്ഞാൽ ഈ 4 വരുമാനങ്ങളാണ് നമുക്ക് തരുന്നത്: റീറ്റെയിൽ പ്രോഫിറ്റ്, പെർഫോമൻസ് ബോണസ്, ഡയറക്ടർ ബോണസ്, ടീം ബിൽഡിംഗ് ബോണസ്. ഇനി ബ്രോൺസ് എത്തി നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരു വ്യക്തി ബ്രോൺസ് ആയി. ഈ വ്യക്തി ബ്രോൺസ് ആയ, നമ്മുടെ താഴെ ഒരാൾ ബ്രോൺസ് ആയ, നമ്മളുടെ വരുമാനം 10,000 എന്നുള്ള 20-25,000 ഉയരാം. ഈ സമയത്ത് 2 ഏഷ്യൻ ട്രിപ്പ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരും. 2 ഏഷ്യൻ ട്രിപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. ഇതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. 2 ഏഷ്യൻ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച്, ഒരു വർഷത്തിൽ 2 ഏഷ്യൻ ട്രിപ്പ് സിൽവർ ലെവലിലേക്ക് വരുന്ന ആൾക്കാർക്ക് കമ്പനി തരുന്നു ഫ്രീ ആയിട്ട്. നമ്മുടെ താഴെ വരുന്ന ആൾക്കാരിൽ 2 വ്യക്തികൾ ബ്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപഭോക്താക്കളുടെ ടീമും കൂടെ കൂടുമ്പോൾ 1,65,000 ബിസിനസ് ഉണ്ടായാൽ നമ്മൾ ബ്രോൺസ് ആണ്. അങ്ങനെ 2 ബ്രോൺസ് നമ്മുടെ താഴെ വന്നാൽ നമ്മൾ ഗോൾഡ് ഇൻകം വളരെ ഷൂട്ട് ചെയ്ത് ഡബിൾ ഇൻകത്തിലേക്ക് വരും, സിൽവറിന്റെ ഡബിളിലേക്ക് വരും. 3 വ്യക്തികളെ ബ്രോൺസ് എത്തിച്ചാൽ സ്റ്റാർ ഡയറക്ടർ കാർ ഫണ്ടിന് എലിജിബിൾ ആണ്. വാഹനം വാങ്ങിക്കാനായിട്ടുള്ള ഒരു എത്ര രൂപയാണ്? 80,000 രൂപ വരെ കാർ ഫണ്ട് തരും, വണ്ടി വാങ്ങാൻ വേണ്ടി. നമ്മുടെ ഇന്ത്യയിൽ കാർ മേടിച്ചിരിക്കുന്ന ആൾക്കാർ നോക്ക്, 1000-കണക്കിന് 10,000-കണക്കിന് ആൾക്കാരാണ് ഇതുപോലെ കാർ അച്ചീവേഴ്സ്, കാർ ഫണ്ടിലൂടെ കാർ വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാർ. ബെൻസ് മുതൽ ഓടി മുതലുള്ള വണ്ടികൾ. 4 വ്യക്തികളെ ബ്രോൺസ് എത്തിച്ചാൽ ഡയമണ്ട് വരുമാനം 50,000, 70,000, 1,00,000 എത്തും. മാത്രമല്ല 2 ഏഷ്യൻ ട്രിപ്പ്, ഒരു യൂറോപ്യൻ ട്രിപ്പും ഫ്രീ ആയിട്ട് കിട്ടും. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഒരു വർഷത്തിൽ 3 ഫോറിൻ ട്രിപ്പ് ഫ്രീ ആയിട്ട് കിട്ടും.
ഇത് 6 വ്യക്തികളെ ബ്രോൺസ് എത്തിക്കാൻ വിന്നിംഗ് ടീമിന്റെ സഹായത്തോടെ എത്തിക്കാൻ സാധിച്ചത് നമ്മളെ ക്രൗൺ ഡയറക്ടറാണ്. 1 ലക്ഷം രൂപ മുതൽ എത്ര ലക്ഷം രൂപ ആണെങ്കിലും വരുമാനത്തിലേക്ക് ഉയരാം. ആ സമയത്ത് നിങ്ങൾക്ക് ഹൗസ് ഫണ്ട് മലയാളികൾ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ ഇന്ത്യക്കാരെടുത്തു നോക്കിയാൽ, ലക്ഷറി ആയിട്ടുള്ള ഒരു കാറ്, ലക്ഷറി ആയിട്ടുള്ള ഒരു വീട് ലോകം ചുറ്റിക്കാണ്. ഇത് 3 മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ഫാമിലികള്. ഇത് 3 ഈ റാങ്കിൽ ഈ കമ്പനിയിൽ ഫ്രീ ആയിട്ട് കിട്ടും. ആലോചിച്ച് നോക്കുക, ഈ റാങ്ക് എത്രയ്ക്ക് പ്രഷ്യസ് ആണ്. ഇതുപോലത്തെ ലക്ഷറി ആയിട്ടുള്ള വീടുകളൊക്കെ ഹൗസ് ഫണ്ടിലൂടെ നമുക്ക് വെക്കാൻ സാധിക്കും. ദെൻ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലെവലാണ്. 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ വരുമാനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് ആണ്. ഇതൊക്കെ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ DCD ഡബിൾ ക്രൗൺ എന്ന് പറയുന്ന റാങ്കാണ്, ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കാണ്. ഇങ്ങനെ എത്തിയിരിക്കുന്ന ധാരാളം ആൾക്കാരാണ്. ഞാൻ 2-3 പേരുടെ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഈ ഫാമിലി തൃശ്ശൂരാണ്. ഈ ഫാമിലി തൃശ്ശൂരാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ വൈഫും സുരേഷ് കുമാർ ആൻഡ് മോണിക്ക. ഞങ്ങൾ ബിസിനസ്സിലെ DCD ഡബിൾ ക്രൗൺ ഡയറക്ടേഴ്സ് ആണ്. ഞങ്ങൾ ഈ ബിസിനസ്സിലൂടെ നേടിയ ആദ്യത്തെ കാറാണ് ഹുണ്ടായി വെർണ കാർ. ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് വെസ്റ്റീജിന്റെ കാർ ഫണ്ടിലൂടെ കിട്ടിയ വാഹനമാണ്. ഇതിനുശേഷം ഞങ്ങളെ ടാറ്റ ഹൈററും കൂടെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ കമ്പനി തന്നു. ഞങ്ങളെ സംബന്ധിച്ച് 2 കാർ അച്ചീവേഴ്സ് എൻ്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്നതാണ്. ഈ 2 കാറും വെസ്റ്റീജിലൂടെ നമ്മൾ നേടിയെടുത്തതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 കാർ വാങ്ങിക്കാനുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒരിക്കലും ഞങ്ങൾ എന്ന് പറയുന്ന ഫാമിലിക്കില്ല. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു സാധാരണക്കാരനും അസാധാരണമായിട്ട് വളരാൻ സാധിക്കും. ഞാൻ വഴി ബിസിനസ്സിൽ വിജയിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ കാണിച്ചിരിക്കുന്നതല്ല. ഇദ്ദേഹം പെരുമ്പാവൂർ സ്വദേശിയാണ്, തിരുവല്ല സ്വദേശിയായിട്ടുള്ള ഒരു ലേഡി ലീഡറാണ്. ഇത് ചാലക്കുടി ഫാമിലിയാണ്. ഇത് നെടുമ്പാശ്ശേരിക്കടുത്ത് അത്താണിയിലുള്ള ഒരു ലേഡിയാണ്. ഇവര് ഒത്തിരി ആൾക്കാർ, ധാരാളം പേര് കാർ അച്ചീവേഴ്സ് ആയിട്ടാണ്. ഞാൻ 3-4 പേരുടെ എക്സാമ്പിൾസ് കാണിച്ചു. എന്നെ ബിസിനസ്സിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് റാങ്കാണ് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ മിസ്റ്റർ ജ്യോതിഷ് കുമാർ ആൻഡ് ലിനി. സെൻട്രൽ സിൽ ബോർഡിൽ സയന്റിസ്റ്റ് ആയിരുന്നു. ഇന്ന് അദ്ദേഹം റിട്ടയർ ഒക്കെ ചെയ്തു. വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ഈ ബിസിനസ്സിലെ ഹയസ്റ്റ് റാങ്ക് നേടി. കേരളത്തിലെ ആദ്യത്തെ DUCD കംപ്ലീറ്റ് ചെയ്തു. ലക്ഷക്കണക്കിന് ഏൺ ചെയ്ത് അത് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക്, അല്ലെങ്കിൽ സെയിം ടൈം അദ്ദേഹം ഒരു ഓൺ ഗോയിങ് ഇൻകത്തിന്റെ ഉടമയായി റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വരുമാനം മേടിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2.5 കോടി രൂപ മുടക്കിയിട്ടുള്ള ഒരു വീടാണ് അദ്ദേഹം പണിതിരിക്കുന്നത് വെസ്റ്റീജിന്റെ ഹൗസ് ഫണ്ടിലൂടെ. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് വ്യക്തിക്കും ഇതുപോലത്തെ ഡ്രീം ലൈഫ്, ഡ്രീം ഹോമിലേക്ക് വരാൻ സാധിക്കുന്നു. ഇത് വിന്നിംഗ് ടീമിന്റെ ഹെഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഈ ബിസിനസ്സിലെ ടോപ്പ് മോസ്റ്റ് പദവിയിലേക്ക് ഉയർന്നതാണ്. ഇദ്ദേഹം VMCM മെമ്പർ കൂടിയാണ്. ഹയസ്റ്റ് ഇൻകം ആണ്. അദ്ദേഹത്തിന്റെ വീട് വളരെ വലുതാണ്. കാർ, ഇത്തരത്തിലുള്ള വലിയ വലിയ ലെവൽ ലൈഫിലേക്ക് എത്തിയ വ്യക്തിയാണ്. യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾ ശരിയായ ബിസിനസ്സിലാണ്, ശരിയായ സമയത്താണ്, കാലഘട്ടത്തിന്റെ ബിസിനസ്സിലാണ്, ന്യൂ ജനറേഷൻ ബിസിനസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളെ വിളിച്ച വ്യക്തിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വളരെ വലിയ ലെവലിലേക്ക് എത്തിക്കുക. കാരണം 0 ഇൻവെസ്റ്റ്മെന്റിലൂടെ ഒരു വ്യക്തിക്ക് ഹീറോ ആയിട്ട് മാറിക്കൊണ്ട് വലിയ ലെവലിലേക്ക് ഉയർന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതം ഈ പ്രോജക്റ്റിലൂടെ മാറ്റിമറിക്കാൻ 1 ഇയർ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ വരുമാനത്തിലേക്ക് വേണമെങ്കിലും എത്താൻ പറ്റും. നിങ്ങളുടെ വീട്ടിലെ പർച്ചേസ് പാറ്റേൺ മാറ്റിക്കൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഈ ഓർഗനൈസേഷനിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.